സ്റ്റുഡൻസ്, നമ്മൾ ഇനി മാറ്ററിലെ മാഗ്നറ്റിസം പഠിക്കുകയാണ്. മാറ്ററിനകത്തെ മാഗ്നറ്റിസം. മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റംസാണ്. അപ്പോൾ ആ ആറ്റത്തിനകത്ത് സെൻട്രൽ പോസിറ്റീവ് ചാർജിനോട് റിവോൾവ് ചെയ്യുന്ന എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്, അല്ലേ? അപ്പോൾ സൈഡിൽ നിന്ന് എഴുതേണ്ടത് ആറ്റം ആസ് എ മാഗ്നറ്റ് എന്നാണ്. An atom consists of central positive charge region. An electron is revolving around it. അപ്പോൾ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് സമാണ്? കറണ്ട് ക്യാരിയിങ് കോയിലിന് സമാണ്, അല്ലേ? അപ്പോൾ കറണ്ട് ക്യാരിയിങ് കോയിലിന് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്. അപ്പോൾ റിവോൾവിംഗ് ഇലക്ട്രോൺ ഈസ് ഇക്വാലന്റ് ടു എ കറണ്ട് ക്യാരിയിങ് കോയിൽ. It have got a magnetic moment M equal to IA. ശരിയല്ലേ? IA. I എന്താ? E by T. ശരിയല്ലേ? Q by T. ഇവിടെ ഇലക്ട്രോൺ ആയതുകൊണ്ട് ഇത് E ആണ്. ഒരു ഫുൾ കറക്കത്തിന് എടുക്കുന്ന ടൈം ക്യാപിറ്റൽ T ആയിട്ട് എടുക്കാം. ഇൻറ്റു ഏരിയ ഈസ് നത്തിങ് ബട്ട് പൈ ആർ സ്ക്വയർ. ഇസ് ഇറ്റ് ഓക്കെ? ഇനിയോ ടൈം പീരീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. എന്താ ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് കവേർഡ് ഈസ് 2πr ബൈ വി. നമ്മളത് അവിടെ കൊടുക്കുക. സോ എം ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ 2πr ബൈ വി ബൈ പൈ ആർ സ്ക്വയർ, അത് ഇൻറ്റു പൈ ആർ സ്ക്വയർ. അപ്പോൾ അവിടെ പൈ വെട്ടി ആറിൻ്റെ സ്ക്വയർ പോയി. സോ ഇറ്റ് വിൽ ബി EVR ബൈ 2. ഇത് നമുക്ക് മാഗ്നറ്റിക് മൊമെൻറ്റ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ഓർബിറ്റൽ മോഷൻ എന്ന് വിളിക്കാം. MO എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഡ്യൂ ടു ഓർബിറ്റൽ മോഷൻ. അങ്ങനെ തന്നെ എഴുതണം, മാഗ്നറ്റിക് മൊമെൻറ്റ് ഡ്യൂ ടു ഓർബിറ്റൽ മോഷൻ. അങ്ങനെ തന്നെ പഠിക്കാം, മാഗ്നറ്റിക് മൊമെൻറ്റ് ഡ്യൂ ടു ഓർബിറ്റൽ മോഷൻ. ഇനി EVR by 2. We know ഓർബിറ്റൽ ആംഗുലാർ മൊമെൻ്റ് എന്താ? LO എന്ന് വെച്ചാൽ കറങ്ങുന്നതിൻ്റെ ആംഗുലാർ മൊമെൻ്റ്. അതെങ്ങനെ എഴുതാം? MVR, അല്ലേ? ആംഗുലാർ മൊമെൻ്റ് MVR ആണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ VR ഈക്വൽ ടു LO ബൈ M. LO എന്ന് പറഞ്ഞാൽ എന്താ? ഓർബിറ്റൽ ആംഗുലാർ മൊമെൻ്റ്. അപ്പം മാഗ്നറ്റിക് മൊമെൻറ്റ് ഡ്യൂ ടു ഓർബിറ്റൽ മോഷൻ ഇസ് ഈക്വൽ ടു E ബൈ 2 ഇൻറ്റു VRന് പകരം LO ബൈ M. Isn't it? അപ്പം മാഗ്നറ്റിക് മൊമെൻറ്റ് ഡ്യൂ ടു ഓർബിറ്റൽ മോഷൻ ഇസ് ഈക്വൽ ടു ELO ബൈ 2M. ഇനി നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചാണ്, ഫിസിക്സിൽ ഇനി വരാൻ പോകുന്നതാണ്. ആംഗുലാർ മൊമെൻറ്റം എപ്പോഴും NH ബൈ 2πയുടെ മൾട്ടിപ്പിളാണ്, അല്ലെങ്കിൽ H ബൈ 2πയുടെ മൾട്ടിപ്പിളാണ്, ഓർ NH ബൈ 2π. അപ്പം മാഗ്നറ്റിക് മൊമെൻറ്റ് ഡ്യൂ ടു ഓർബിറ്റൽ മോഷൻ എങ്ങനെ എഴുതാം? E ബൈ 2M ഇൻറ്റു NH ബൈ 2π എന്ന് വെച്ചാൽ NEH ബൈ 4πM. ഇതാണ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഡ്യൂ ടു ഓർബിറ്റൽ മോഷൻ. അപ്പോൾ ഇതിൽ N ഈക്വൽ ടു 1 ആരാ? ഫസ്റ്റ് ഇലക്ട്രോൺ, അല്ലേ? ഫസ്റ്റ് ഇലക്ട്രോൺ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ്, ഫസ്റ്റ് ഓർബിറ്റ് ഇലക്ട്രോൺ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ്. അതെങ്ങനെ എഴുതാം? MO ഈക്വൽ ടു EH ബൈ 4πM. ഇതിൻ്റെ മറ്റൊരു പേരാണ് ബോർ മാഗ്നറ്റോൺ. വി കോൾ ഇറ്റ് ആസ് ബോർ മാഗ്നറ്റോൺ. ഇനി എന്താ നമ്മൾ പഠിച്ചേ? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുക മാത്രമല്ലല്ലോ, ഇലക്ട്രോൺസ് സ്പിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അല്ലേ? ഇലക്ട്രോൺ സ്വന്തം പൊസിഷനെ ബേസ് ചെയ്ത്, സ്വന്തം ആക്സിസിനെ ബേസ് ചെയ്തിട്ട് സ്പിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് ശരിക്ക് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെയും സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെയും കൂടെ സമ്മാണ്. സ്പിന്നിങ് കൊണ്ടുണ്ടാവുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ്. ആ സ്പിന്നിങ് കൊണ്ടുണ്ടാവുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് ES by M.
EL by 2m കിട്ടിയതുപോലെ ES by m, where S is known as the spin angular momentum. മറ്റേ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം പോലെ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. അപ്പം ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് വിൽ ബി ഈക്വൽ ടു EL by 2m plus ES by m, where you can take E by 2m out. E by 2m പുറത്തെടുത്താൽ L plus 2S എന്നായി. ഓക്കെ, ഇപ്പം നമുക്ക് കിട്ടിയ എന്താണെന്ന് മനസ്സിലായോ? നമുക്കിപ്പോൾ കിട്ടിയത് ഒരു ആറ്റത്തിനുണ്ടാവുന്ന മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. ആറ്റത്തിന് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാവുന്നത് അത് പ്രത്യേകം എഴുതണം. ആറ്റം exerts magnetic moment due to two factors. One is due to the orbital motion of electron. Second is the spin motion of electron. Due to orbital motion of electron, magnetic moment is ELO by 2m. Due to spin motion of electron, it is ES by m. And sum of those two is the total magnetic moment of the atom. അപ്പോൾ ഓരോ ആറ്റവും ഓരോ കാന്താണ്. ഓരോ ആറ്റവും ഓരോ കാന്താണ്. മാറ്റർ മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. അപ്പം മാറ്റർ മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത് കാന്തങ്ങൾ കൊണ്ടാണ്. പക്ഷെ മാറ്ററിന് എല്ലാത്തിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടായിരിക്കും? ഓരോ ആറ്റങ്ങളും റാൻഡംലി അലൈൻ ചെയ്ത് മാഗ്നറ്റിക് മൊമെൻറ്റ് ക്യാൻസലായി പോവാണ്. അതും വേണമെങ്കിൽ നോട്ടിൽ എഴുതി വയ്ക്കാം. ഈവൻ ദോ ഈച്ച് ആൻഡ് എവറി ആറ്റം ഈസ് എ മാഗ്നറ്റ്, matter as a whole do not have a magnetic moment. That is because of the random alignment of the magnetic moment of each atoms. Okay? Right? ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ ഈ ഓരോ ആറ്റോമിക് മാഗ്നറ്റും എന്താവാൻ തുടങ്ങും? അലൈൻ ചെയ്യാൻ തുടങ്ങും അല്ലേ? റാൻഡമായി കിടക്കണവനൊക്കെ ഒരു ഡയറക്ഷനിൽ അലൈൻ ചെയ്യാൻ തുടങ്ങും. അപ്പം മാറ്ററിന് എന്ത് വരും? മാഗ്നറ്റിസം വരും. നേരത്തെ റാൻഡമായി ക്യാൻസലായി പോയ സാധനമൊക്കെ ഒരു ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അലൈൻ ചെയ്താൽ മാറ്ററിന് മാഗ്നറ്റിസം കൈവരാൻ തുടങ്ങും. അതാണ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം ഓർ മാഗ്നറ്റൈസേഷൻ എന്നൊക്കെ പറയുന്ന കാര്യം. നമുക്ക് നോക്കാം. അടുത്ത അതാണ് പഠിക്കാനുള്ളത്. ഇസ് ഇറ്റ് ഓക്കെ? ശരി.